ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ഇതാണ്. ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ്. ഇതിനെ ഇവിടെ കാണുന്ന രീതിയിലേക്ക് മാറ്റി എഴുതണം. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ ഐഡിൽ 3 എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫയൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫയൽ എടുക്കുന്നു. ഇതിലാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്നത് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർ അടയാളം ചേർക്കുന്നു. എൻ്റർ കീ അമർത്തുന്നു. ഇനി പെൻ സൈസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. പെൻ സൈസ് 20 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. കളർ ഗ്രേ എന്നാണ് ഇനി കൊടുക്കേണ്ടത്. COLOR ആണ് കളർ സ്പെല്ലിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ഗ്രേ എന്ന് കൊടുക്കുന്നു. ഇൻവെർട്ടഡ് കോമ, പിന്നീട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നു. 4M in range 4M in range 120, 20, -20. പിന്നീട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കോളൻ ചിഹ്നം ചേർക്കുന്നു. എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തതുകൊണ്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് തന്നെ മൗസ് പോയിന്റർ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി അവിടെ നിന്നാണ് ടൈപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. അവിടെ ടൈപ്പ് ചെയ്യുന്നു. സർക്കിൾ M എന്നാണ്. സർക്കിൾ M എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നു. മൗസ് പോയിന്റർ വന്ന് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. X10ലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഹോമാണ്. ഹോമിലെ X10 സെലക്ട് ചെയ്ത് കൊടുക്കുക. X10 ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ X10 എന്നായിട്ടുണ്ട്. ഇനി രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അണ്ടർസ്കോർ കൊടുക്കുന്നു. ചോദ്യ നമ്പർ കൊടുക്കുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ മൊഡ്യൂൾ. ആദ്യത്തെ പാറ്റേൺ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ പ്രോഗ്രാമിനെ മാറ്റി എഴുതണം. ഇത് ക്ലോസ് ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കളർ ബ്ലൂ എന്നത് അനുയോജ്യമായ സ്ഥലത്ത് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. കളർ ബ്ലൂ എന്നത് ഇവിടെ ഒന്ന് ചേർത്ത് നോക്കാം. ഇനി പ്രോഗ്രാം സേവ് ചെയ്യുകയാണ്. ഫയൽ സേവ് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്ന ക്രമത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമത് കണ്ട പാറ്റേണിനനുസരിച്ച് പ്രോഗ്രാം മാറ്റി എഴുതി കഴിഞ്ഞു. ഇവിടെ കൊടുത്ത കളർ ബ്ലൂ എന്നതിൻ്റെ സ്ഥാനം നമുക്കൊന്ന് മാറ്റി നോക്കാം. അത് കട്ട് ചെയ്യുന്നു. സർക്കിൾ M എന്നതിന് താഴെ അത് പേസ്റ്റ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും രണ്ടാമത് പറഞ്ഞ പാറ്റേൺ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.